തിരിച്ച് ഫേസ് കാണിച്ചത് ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ. ഹലോ, അപ്പോൾ എന്തായാലും നാഷണൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ്. എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നമ്മളൊരു കറക്റ്റ് 4 മണിയാകുമ്പോൾ നമ്മൾ കോർണിഷിലെത്തി. നമ്മളവിടെ എത്തലും എയർ ഷോ സ്റ്റാർട്ട് ചെയ്യലും ഒക്കെ സറബഡേന്നായിരുന്നു. അപ്പം എയർ ഷോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കണ്ടു. ആഫ്റ്റർ 6 years ആണ് കോർണിഷിൽ എയർ ഷോ വീണ്ടും ഇത്തവണ അവർ സെറ്റ് ചെയ്തത്. അപ്പം എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ എയർ ഷോ കാണുന്നത്. അപ്പോൾ അതെന്തായാലും അടിപൊളിയായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയർ വർക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. മക്കളുടെ ഡ്രസ്സൊക്കെ നൈസായിട്ട് ചേഞ്ച് ആക്കി കൊടുത്തു. അവരെ അങ്ങോട്ട് കളിക്കാൻ വിട്ടു. നമ്മൾ 4 പേരും കൂടെ അപ്പുറത്ത് ഒരു ഗ്രാസ് ഒക്കെ ഉള്ള ഏരിയ ഉണ്ട്, അവിടേക്ക് മാറിയിരുന്നു. അങ്ങനെ കുറേ നേരം കളിക്കുകയും ചിരിക്കുകയും അങ്ങനെ കുറേ കലാപരിപാടികൾ. അത് കഴിഞ്ഞ് നേരെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കോർണിഷിന്റെ മെയിൻ ഫയർ വർക്കും, പിന്നെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ എമിറേറ്റ്സ് പാലസിൽ നടക്കുന്ന ഫയർ വർക്ക്സും. അപ്പോൾ രണ്ടും കണ്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതും ഇതാണ് കലാപരിപാടി. ശരിക്കും നാഷണൽ ഡേ ആയത് ഓടി ഓടിയിട്ടാണ്. ബെസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റിയാണ് അബുദാബി എന്ന് പറയുന്നത്. ആ അബുദാബിയുടെ ഇന്നലത്തെ കോലം എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത്ര അലമ്പായിരുന്നു. പക്ഷെ അത് ആ ഒരു സമയത്തൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. 3 hours അല്ലെങ്കിൽ 2 hours ഇതൊക്കെ അവര് ക്ലീനാക്കി പഴയതുപോലെ തന്നെ ആക്കും. അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കൺട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണത്. അപ്പൊ നാഷണൽ ഡേയിൽ ഈ ഒരു കലാപരിപാടി എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ സർപ്രൈസിംഗ്ലി നമുക്ക് നമ്മുടെ ജുവാൻക്കും മിക്കുനും ഇവര് ചോക്ലേറ്റ്സ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത്തവണത്തെ നാഷണൽ ഡേ എന്തായാലും കളറായിരുന്നു. ഇനി വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് നാഷണൽ ഡേ. ബൈ.